നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരാൻ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോഴത്തേക്കും കോൺഗ്രസ് പാളയത്തിൽ തുടക്കം മുതലേ വഴക്കുണ്ടായിരുന്നെങ്കിലും ഇപ്പൊ കുറച്ച് ഈ KC വേണുഗോപാലാണോ VD സതീശനാണോ മുഖ്യമന്ത്രി ആകേണ്ടത് എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നടന്നു തുടങ്ങി. ചർച്ചകളല്ല, ശരിക്കും പറഞ്ഞാൽ അടിയെന്ന് വേണേ പറയാം. അടി നടക്കുകയാണ് ഇപ്പം. അപ്പൊ ഇതിനകത്ത് പറയുന്ന KC വേണുഗോപാൽ, അതായത് പ്രവർത്തനത്തെ ശാസ്ത്രീയമായി ഏകോപിപ്പിച്ച ഒരു മാനേജ്മെന്റ് കഴിവുള്ള KC വേണുഗോപാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം. പക്ഷെ VD സതീശന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയൊരു സപ്പോർട്ട് നടക്കുന്നുണ്ട്. ഈ രീതിയിൽ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നിട്ടില്ല, എന്താവും അറിയില്ല. പക്ഷെ ഇപ്പോഴേ അവിടെ അടി തുടങ്ങിയിട്ടുണ്ട്. തരൂര് പറഞ്ഞത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തില്ലേ, അതായത് വീട് കെട്ടിടം പണി കഴിഞ്ഞിട്ട് പോലെ ഫർണിച്ചർ വാങ്ങുന്നത് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും കൃത്യമായിട്ട് കണക്ക് പുറത്തുവിട്ടിട്ടില്ല. എത്രയാണ് പോളിംഗ് നടന്നതെന്നോ എത്ര ശതമാനം കൃത്യമായി എന്ന് വെച്ചാൽ ഓരോ ഇതിനും അനുസരിച്ചിട്ട് എത്ര ടോട്ടൽ വോട്ട് എത്ര നടന്നു അങ്ങനെ തുടങ്ങിയ കണക്കുകളൊന്നും പുറത്തേക്ക് വന്നില്ല. ഇപ്പം ഉള്ള എല്ലാം അനുമാന കണക്കുകളാണ്. അതായത് ഇത്ര ശതമാനം എന്ന് പറയുമ്പോൾ ടോട്ടൽ അത് വെച്ചിട്ടുള്ള കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതൊന്നും കറക്റ്റായിട്ട് വന്നില്ല. റിസൾട്ട് വരാൻ ഉള്ള മെയ് മാസം 4 എന്ന് പറഞ്ഞാൽ എവിടെയോ വിദൂരതയിൽ കിടക്കുന്നു. അപ്പോൾ ഏകദേശം ഒരു കഷ്ടിച്ചൊരു 10-20 ദിവസം കൂടെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ കുറെ അധികം സമയം കൂടി കിടക്കുന്ന സാഹചര്യത്തിൽ പോലും UDF അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന മുന്നണി ശക്തമല്ല എന്നുള്ളതിന്റെ തെളിവാണിത്. ഇപ്പൊ ഇതിനകത്ത് വരുന്നൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്നറിയാം. ഇപ്പൊ തന്നെ നോക്കിക്കോളൂ, ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഒരു 100 സീറ്റിലൊക്കെ വിജയിക്കുമെന്ന് പറഞ്ഞു. 100 110 125 ചിലപ്പോൾ ഒരു 150 വരെയൊക്കെ പറയുന്നിരിക്കും. അപ്പം അത്രയും സീറ്റിൽ വിജയിക്കുമെന്ന് പറയുന്ന ഒരു വലിയ അവകാശവാദമാണ് ഇവർ ശരിക്കും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കീറാമുട്ടിയാകാൻ പോകുന്ന ഒരു കാര്യമാണ് ഈ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ. അതൊരു വലിയ പ്രശ്നമാണെന്നേ. നമ്മൾ ആരും ചിന്തിക്കുന്ന പോലെ അത്ര നിസ്സാരമായി PC വിഷ്ണുനാഥ് പറഞ്ഞ പോലെ 5 മിനിറ്റ് കൊണ്ട് തെരഞ്ഞെടുക്കാൻ പറ്റുന്നൊന്നും അല്ല ഈ മുഖ്യമന്ത്രി. ഇവിടെ നോക്കൂ, എന്തിനാണ് KC വേണുഗോപാൽ, ഇപ്പൊ നമ്മൾ തന്നെ പറഞ്ഞില്ല, വലിയ സംഘാടകനായിരുന്നു, അതായിരുന്നു ഇതായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും KC വേണുഗോപാൽ എന്തിനാണ് കേരളത്തിലേക്ക് കളം പിടിക്കാൻ നോക്കിയത്? KC വേണുഗോപാൽ എന്ന് പറയുന്ന ഒരാൾ വെറുതെ ഒന്നുമില്ലാതെ വന്നിറങ്ങിയല്ല. KCയെ സംബന്ധിച്ചിടത്തോളം KCക്ക് വളരെ വ്യക്തമായ ലക്ഷ്യമുണ്ട്. സണ്ണി ജോസഫ് പോലും അത് തള്ളിക്കളയുന്നില്ല KC വേണുഗോപാല് മുഖ്യമന്ത്രി ആവുന്നതിനെ കുറിച്ച്. സണ്ണി വക്കീല് പോലും അതിനെ അനുകൂലിച്ചുകൊണ്ടാണ് പറയുന്നത്. MLA അല്ലാത്ത ഒരാൾ മുഖ്യമന്ത്രി ആയേക്കാം എന്നുള്ള നിലയ്ക്കുള്ള ഒരു സൂചന വരെ സണ്ണി വക്കീല് തരുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താ? KC വേണുഗോപാലിന് ഇവിടെ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. KC വേണുഗോപാൽ അപ്പൊ അത്രയും വലിയ ഹോൾഡ് ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. അത് നമ്മൾ ആലോചിച്ച് നോക്കൂ, കേരളത്തില് അവര് മത്സരിച്ച് ഏകദേശം 90-ലധികം സീറ്റുകളിൽ UDF കോൺഗ്രസ് പാർട്ടി മത്സരിക്കുമ്പോൾ ഇതിനകത്ത് ഏറ്റവും അധികം ആൾക്കാർ KC വേണുഗോപാലിന്റെയാണ്. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞു, ഇവിടെ ഒരു സ്ഥാനാർത്ഥി നിർണയം നടക്കുമ്പോൾ ഇത്ര പേർക്ക് ഇത്ര കോട്ട എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അതായത് ചെന്നിത്തലയ്ക്ക് ഇഷ്ടപ്പെട്ട ഇത്ര പേരെ അവിടെ പോസ്റ്റ് ചെയ്യാം. എന്താ പറയാ, VD സതീശന് പറ്റിയ അല്ലെങ്കിൽ VD സതീശൻ പറഞ്ഞൊരു 15 പേര് അല്ലെങ്കിൽ ഇത്ര പേരെ അവിടെ സ്ഥാനാർത്ഥിയാക്കാം എന്ന് പറയുന്ന പോലെ ഓരോരുത്തർക്കും ഓരോ കോട്ട കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഗ്രൂപ്പിസത്തിന്റെ ഭാഗമാണെന്ന് ഇതെല്ലാം. ഇതൊക്കെ ഓരോ ഗ്രൂപ്പുകളാണ്. അപ്പം ചെന്നിത്തലയുടെ ആൾക്കാർ വേറെ ആയിട്ട് ചിന്തിക്കും. അവർ ഈ പറയുന്ന പോലെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒക്കെ അവര് എന്ത് ചെയ്യും, ചെന്നിത്തലയ്ക്ക് വേണ്ടി വാദിക്കും. VD സതീശന്റെ കൂടെയുള്ള കുറെ MLA മാരുണ്ട്. ആ MLA ജയിച്ചാൽ ഇപ്പൊ സ്ഥാനാർത്ഥികളുണ്ട്, ഇവരെല്ലാം എന്ത് ചെയ്യും, VD സതീശന് വേണ്ടി. ഇപ്പൊ VD സതീശൻ വിദേശത്തു നിന്നാണ് VD സതീശന് വേണ്ടിയിട്ട് ആൾക്കാർ ഇതിറക്കി വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുന്നു, അതിനുശേഷം ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, എന്നിട്ട് VD സതീശൻ മതി എന്ന് പറയുന്നു. സതീശനല്ല വേറൊരാളെ ചിന്തിക്കേണ്ട, KCക്കെതിരായി. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ചങ്കരൻ തെങ്ങേൽ എന്ന പോലെ എല്ലാ കാലവും ഇങ്ങനെ തന്നെ ആയിരിക്കും. കാരണം അതിന് മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അതിങ്ങനെ തമ്മി തല്ലി തീരുന്ന ഒരു സാധനമാണ്. എനിക്കൊന്ന് ഈ പണ്ട് യാദവ വംശത്തിന് ഒരു ശാപം കിട്ടിയ കഥ പോലെയാണ്, തമ്മി തല്ലി തീരും. ഈ അവസ്ഥയാണ് ഇപ്പം ശരിക്കും കോൺഗ്രസിൽ വരുന്നത്. KCയെ സംബന്ധിച്ചിടത്തോളം KC ലക്ഷ്യം വെക്കുന്നതിന് മുമ്പ് പലപ്പോഴും നമ്മൾ പറഞ്ഞ കാര്യം, ഒരു MLA രാജിവെപ്പിച്ചുകൊണ്ട് വീണ്ടും ആ മണ്ഡലത്തിൽ ഒരു ബൈ ഇലക്ഷൻ കൊണ്ടുവന്ന് അവിടെ നിന്ന് ജയിച്ച് ഈ പറയുന്ന KCക്ക് നിയമസഭയിലേക്ക് എത്തിയ സേഫായി. എന്തുകൊണ്ട് KC അങ്ങനെ ചെയ്യുന്നു? KC ആണല്ലോ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത്. അല്ല മല്ലികാർജുൻ ഖാർഗെയൊക്കെ വെറും റബ്ബർ സ്റ്റാമ്പാ, അയാളെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല ഈ മല്ലികാർജുൻ ഖാർഗെ എന്നും കൊണ്ട്. അപ്പൊ മല്ലികാർജുൻ ഖാർഗെ റബ്ബർ സ്റ്റാമ്പായിട്ടിരിക്കുന്നു. രാഹുൽ ഗാന്ധി KC വേണുഗോപാൽ പറയുന്ന അപ്പാടെ എഴുതിയെടുത്ത് പഠിച്ച് പറയുന്നു. സോണിയാഗാന്ധിക്ക് ഇപ്പം വോയിസ് ഒന്നും ഇല്ല. അപ്പൊ ഇത്രയും പേരും KC പറയുന്ന അനുസരിച്ച് നിൽക്കുക. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ KCയുടെ ഒരു MLA അവിടെ രാജിവെപ്പിച്ചു കഴിഞ്ഞാൽ KC നിൽക്കുന്നത് വളരെ സേഫർ ദാൻ ദ സേഫസ്റ്റ് എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിലായിരിക്കും. അവിടെ ചുമ്മാതെ അവിടെയുള്ള ആൾക്കാർ പോയി വോട്ട് ചെയ്താൽ ജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം തിരഞ്ഞെടുത്തായിരിക്കും KC അവിടെ നിൽക്കുന്നത്.
എന്നിട്ട് അവിടെ നിന്ന് ജയിച്ചു വരികയും ചെയ്യും. ജയിച്ച് സഭയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാണെന്നില്ല യാതൊരു പ്രശ്നമില്ല. അതുവരെ മുഖ്യമന്ത്രി നിർണയം നീക്കിക്കൊണ്ടുപോകും. അല്ലെങ്കിൽ അതുവരെ ഒരു തൽക്കാല ശാന്തി എന്ന് പറഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഒരാളെ പിന്നെ പിടിച്ചാക്കുകയും ചെയ്യും. ഇങ്ങനെ നടക്കാൻ പോകുന്ന ഒരു പൊതു രീതിയിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയം മാറാൻ പോവാണ് കോൺഗ്രസ് കാരണം. എന്നിട്ടോ ഇനി ഉണ്ടാകാൻ പോകുന്ന വേറൊരു ഭവിഷ്യത്തുണ്ട്. ഇനി കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി ആയി എന്ന് വെക്കുക, ഇത്തരത്തിലുള്ള കടമ്പകളെല്ലാം ചാടിക്കടന്നിട്ട് കെ സി മുഖ്യമന്ത്രിയായി. രമേശ് ചെന്നിത്തല വകവയ്ക്കോ കെ സിയെ? വി ഡി സതീശൻ വകവെക്കോ കെ സിയെ? ഇവരാരും വകവെക്കാൻ പോകുന്നില്ല. ഈ ചെന്നിത്തലയുടെ കൂടെ നിൽക്കുന്നവരെന്ന് പറയുന്ന ചിലപ്പോൾ 1-2 ആൾക്കാർ പിന്നെ മന്ത്രിമാരായേക്കും. അവര് കെ സിയെ വകവെക്കുവോ? ഇനി വി ഡി സതീശന്റെ കൂടെ നിൽക്കുന്ന കുറച്ചുപേര് മന്ത്രിമാരായിട്ടുള്ള ആൾക്കാർ കെ സി വകവെക്കുവോ? ഇല്ല. കെ സി ഇവരാരും വകവെക്കാൻ പോകുന്നതേ ഇല്ല. കെ സി വെറും ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിലേക്ക് എന്നിട്ട് വല്ല ആക്ഷൻ എടുക്കാൻ പറ്റൂ? അപ്പം ഇതിനകത്ത് വരാൻ പോകുന്നത് കേരളം ഇതുവരെ കാണാത്ത രീതിയിലുള്ള നെറികെട്ട ഒരു ഭരണത്തിന് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും. ഇവിടെ മര്യാദയ്ക്ക് നല്ലൊരു പ്രോജക്റ്റ് നമ്മുടെ നാട്ടിൽ നടപ്പിലാകില്ല. ഏതെങ്കിലും ഒരു പദ്ധതി വന്നു കഴിഞ്ഞാൽ കെ സിയുടെ നേതൃത്വത്തിൽ ഒരു പദ്ധതി വന്നാൽ അത് വി ഡി സതീശന് രമേശ് ചെന്നിത്തല പക്ഷവും കൂടെ ചേർന്ന് എതിർക്കും. ഇനി അതല്ല വി ഡി സതീശൻ കൊണ്ടുവരുന്നൊരു ഇതാണെന്നുണ്ടെങ്കിൽ അത് കെ സി വേണുഗോപാലും ചെന്നിത്തലയും ചേർന്ന് എതിർക്കും. അപ്പം ഇതിനകത്ത് തന്നെ നമുക്കറിയാം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരാളെ ഭരിക്കാൻ വിട്ടിട്ടില്ലെന്നേ. ഉമ്മൻചാണ്ടിയെ ഭരിക്കാൻ വിട്ടിട്ടില്ല. സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈഗോയാണോ? ഈഗോ അല്ല, ഇത് ഇവർക്ക് അധികാരം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഈ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കിക്കോളൂ, എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിക്ക് KPCC ജനറൽ സെക്രട്ടറിമാർ വരുന്നത്? എങ്ങനെയാണ് ആലോചിച്ച് നോക്കൂ. KPCC ജനറൽ സെക്രട്ടറിമാർ 500 പേരോളം ജനറൽ സെക്രട്ടറിമാരുണ്ട്. ഒരു യൂത്ത് കോൺഗ്രസ് എടുത്താൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനുണ്ട്, 300ഓളം വരുന്ന സെക്രട്ടറിമാരുമുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും ഒരു സംഘടന ഉണ്ടോ? ഇപ്പൊ നോക്കൂ, AICC ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാണ് പിന്നെ കെ സി വേണുഗോപാൽ. ഇങ്ങനെ ഏത് പാർട്ടിയിലുണ്ട്? ഇപ്പം നമ്മൾ ചിന്തിച്ചു നോക്കൂ. ഇപ്പൊ പിന്നെ ഈ അവരുടെ കൂടെ തന്നെ ഇരിക്കുന്ന മുസ്ലിം ലീഗിനെ പരിശോധിച്ച് നോക്കൂ. ഒരു സ്റ്റേറ്റ് പ്രസിഡന്റ്, ഒരു ജനറൽ സെക്രട്ടറി ആണുള്ളത്. ഇപ്പൊ എന്തുകൊണ്ടാ ഈ കോൺഗ്രസിന് മാത്രം ഇങ്ങനെ? പോട്ടെ, മറ്റേ ഓപ്പോസിറ്റ് CPM നോക്കൂ, ആപാട് ഒരു സെക്രട്ടറിയേ ഉള്ളൂ, പാർട്ടി സെക്രട്ടറി. അതാരാ MV ഗോവിന്ദൻ മാഷാണെന്ന് ആർക്കും കണ്ണടച്ച് പറയാം. അത് സംസ്ഥാന സെക്രട്ടറി എന്നാണ് പറയപ്പെടുന്നത്. KPCC സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് എത്ര പേരുടെ പേര് പറയേണ്ടി വരും? ആലോചിച്ച് നോക്കൂ. ഒരു വേദിയിലേക്ക് കയറിയിരിക്കുന്നവരുടെ എണ്ണം ആലോചിച്ച് നോക്കൂ. CPM ഒരു പരിപാടി നടത്തുമ്പോഴോ ആലോചിച്ച് നോക്കൂ. KPCC അധ്യക്ഷൻ പത്രസമ്മേളനം വിളിക്കുന്ന കണ്ടുണ്ടോ? ആ KPCC അധ്യക്ഷൻ്റെ കൂടെ എത്ര പേര് കയറിയിരിക്കും? MV ഗോവിന്ദൻ മാഷ് പത്രസമ്മേളനം വിളിക്കുന്ന കണ്ടുണ്ടോ? എത്ര പേരുണ്ട് ഗോവിന്ദൻ മാഷിന്റെ കൂടെ കയറിയിരിക്കുന്നത്? ഗോവിന്ദൻ മാഷ് മാത്രമാണ് പ്രസിഡന്റ് മീറ്റ് ചെയ്യുന്നത്, അല്ലാതെ അതിന്റെ കൂട്ടത്തിൽ ഇരിക്കാൻ വേറെ ആൾക്കാരും ഇല്ല. ഇത് ആ പാർട്ടിയുടെ ദുരവസ്ഥയാണെന്നേ. ഇവരെല്ലാം അനുനയിപ്പിച്ച് ഗ്രൂപ്പിസം എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ ഗ്രൂപ്പ് വഴക്ക് എല്ലാവർക്കും. എന്തിനീ ഗ്രൂപ്പ് ഉണ്ടായത്? ഞങ്ങൾക്ക് നേതാക്കന്മാരാകണോ എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഓരോരുത്തരും ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. AK ആന്റണി ചേർന്നിട്ടാണ് A ഗ്രൂപ്പ് ഉണ്ടായത്. കരുണാകരന്റെ ആയിരുന്നു I ഗ്രൂപ്പ്. Aയും Iയും ആയിരുന്നു ഇവിടെ കേരളത്തിൽ പ്രബലമായ 2 ഗ്രൂപ്പുകൾ. ഇന്ന് ഈ 2 ഗ്രൂപ്പ് നമുക്ക് കേരളത്തിലുണ്ട്. ഈ 2 ഗ്രൂപ്പുണ്ട്, Aയും Iയും ഉണ്ട്. ആന്റണി കോൺഗ്രസും ഉണ്ട്, ഈ പറയുന്ന പോലെ ഇന്ദിരാ കോൺഗ്രസും ഉണ്ട്. രണ്ടും ഉണ്ട്. ഇത് ഇങ്ങനെ കാലാകാലങ്ങളായിട്ടുണ്ട്. ഇത് കൂടാതെ ഇതിനകത്ത് ചെന്നിത്തല പക്ഷം എന്ന് പറഞ്ഞിട്ട് വേറൊരു പക്ഷമുണ്ട്, VD സതീശ പക്ഷം എന്ന് പറഞ്ഞിട്ട് വേറൊരെണ്ണമുണ്ട്, ഇനി പിന്നെ ചാണ്ടി ഉമ്മൻ പക്ഷം വേറെ ഇനി വരാൻ കിടക്കുന്നു, ഷാഫി പറമ്പിലാൻ പക്ഷമുണ്ട്, KC പക്ഷമുണ്ട്. എത്ര പക്ഷങ്ങളുണ്ടെന്ന് അറിയാം ഇതിനകത്ത്. ഇവർക്കെല്ലാം അധികാരത്തോടുള്ള ഭ്രമമാണ് ശരിക്കും പറഞ്ഞ് ഇതിനെല്ലാം കാരണം. ഇവരെല്ലാം പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു 10 നേതാക്കന്മാര് അല്ലെങ്കിൽ 10 അണികൾ കൂടെ ഉണ്ടെങ്കിൽ എല്ലാവരും നേതാക്കന്മാരാണെന്നേ. അതാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ഏറ്റവും വലിയ ശാപത. അധികാരത്തിന് വേണ്ടിയിട്ടും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടും മാത്രമാണ് അവർ ഈ പറയുന്ന പോലെ ഓരോരുത്തർ തമ്മി തല്ലിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലും, ഞാൻ നോക്കിയാൽ മുസ്ലിം ലീഗിൽ പോലും അങ്ങനെയൊന്നുമില്ല. ലീഗിനകത്ത് വളരെ വ്യവസ്ഥാപിതമായിട്ടാണ് പോകുന്നത്. അവിടെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുന്നതിനപ്പുറത്തേക്ക് ലീഗിലെ ഒരാൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിക്കത്തില്ല. അതാണ് പറയുന്നത്. അതിനൊരു സംഘടനാ സംവിധാനം അതാണ്. കുഞ്ഞാലിക്കുട്ടി പോലും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുന്നതിന് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ പോകത്തില്ല. പാണക്കാട് കുടുംബത്തിലാണ് അതിന്റെ അടിസ്ഥാനം ഇരിക്കുന്നത്. അപ്പം അവിടുന്ന് ആരും അതിനപ്പുറത്തേക്ക് ഇല്ലെന്നേ. അത് സംഘടനാ ബലമാണ്. അല്ലാതെ ഈ 300 പേർക്ക് 300 അഭിപ്രായം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ലീഗിനകത്ത് പോലും ഇല്ല. ലീഗ് അസ്വസ്ഥരാണ് സത്യം പറഞ്ഞാൽ. ഇതിനെ സംഭവിക്കാൻ പോകുന്ന ഇത്തവണ കൂടി UDF ഭരണം കിട്ടിയില്ല എങ്കിൽ ഈ UDF എന്ന് പറയുന്ന മുന്നണി സംവിധാനം തകർന്നു പോകും. തോമാച്ചായൻ പറഞ്ഞ പോലെ, KV തോമസ് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ UDF എന്ന് പറയുന്ന സംവിധാനം തകർന്നു പോകും. കോൺഗ്രസ് പാർട്ടി തന്നെ ഇല്ലാതെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഈ കോൺഗ്രസിലെ ഈ നേതാക്കന്മാർ ഇപ്പോഴും തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്നത്.
അവർക്ക് അധികാരം കിട്ടിയിട്ടില്ല. 100 സീറ്റ് എന്ന് പറയുന്നത് വെറുതെ പടച്ചുണ്ടാക്കി വിട്ട ഒരു വെറും എയറിലിട്ടേക്കുന്ന ഒരു സാധനമാണ്. എന്തിനാന്ന് ചോദിച്ചാൽ മാർക്കറ്റിംഗ് തന്ത്രമാണിത്. ഞങ്ങൾക്ക് 100 സീറ്റ് കിട്ടും. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നടന്നതിനെ കുറിച്ച് ഒന്നും ആലോചിക്കുന്നില്ല. എന്തിനാ ആലോചിക്കുന്നത്? ഇവിടെ നിൽക്കുന്നവർക്ക്, സത്യം പറഞ്ഞ ഇവിടെ നിൽക്കുന്നവർക്ക് അധികാരം വേണം. കേരളത്തില് ഇത്രയും കാലം വി ഡി സതീശൻ വിട്ടുകൊടുക്കൂ? ഈ കണ്ട വെയിൽ അത്രയും കൊണ്ടതും ഈ വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം കൂടെ ഈ ഇലക്ഷൻ കഴിഞ്ഞ പാടെ എനിക്കിനി നന്നായിട്ട് കിടന്ന് ഉറങ്ങണം, വെയിറ്റ് ലോസ് സംഭവിച്ചു, 4-5 കിലോ കുറഞ്ഞു, പിന്നെ ഉറക്കമില്ലായ്മയുണ്ട്. കഴിഞ്ഞ ദിവസം അടൂർ പ്രകാശ് ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അടൂർ പ്രകാശ് വീട്ടിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. പുള്ളിക്ക് പക്ഷാഘാതം ഉണ്ടായി. ഇതൊക്കെ മനസ്സിലാക്കണം. പുള്ളി തെരഞ്ഞെടുപ്പ് റാലിക്കോ അതിലൊക്കെ പോയിട്ട് അതേ കിംസ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിലായിരുന്നു, പാരലൈസ്ഡ് ആയി, ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ട് ഇപ്പം കഴിഞ്ഞു കൂടുക. അപ്പൊ ഇതെല്ലാം നമ്മൾ ആലോചിച്ച് നോക്കണം. ഇതെല്ലാം ഇങ്ങനെ പകലന്തിയോളം പണിയെടുത്ത് വെയിൽ കൊണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ വി ഡി സതീശനെ ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല. വി ഡി സതീശൻ കഴിയുന്നതിന്റെ പരമാവധി ഈ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓടിച്ചെന്നു എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. അങ്ങനെ ജയിച്ച് ഒരു 10-75 സീറ്റ് നേടി ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റ് അടിക്കാനായിരിക്കും കെ സി വരുന്നത്. എന്നിട്ട് കെ സി ഇവിടെ തന്ത്രങ്ങൾ മെനഞ്ഞു. കെ സി എന്തൊക്കെ തന്ത്രമാണ് മെനഞ്ഞത്? ഇവിടെ ഉണ്ടാക്കി വെച്ചാൽ മതപരമായ സ്പ്ലിറ്റിന് എല്ലാ തിരിയിട്ട് കൊടുത്താരാ? കെ സി വേണുഗോപാല. ഡീൽ വിവാദം, എന്ത് ഗുണമുണ്ടായ ഡീല് കൊണ്ട്? ഗ്രൂപ്പുകളിൽ സജീവമാകുന്നു. ഡീല് വിവാദം, CPM-നെതിരായ ഡീൽ വിവാദം കൊണ്ടുവന്നു. എന്നിട്ട് ഏറ്റവും അവസാനം കെണി മേടിച്ചു വെച്ച കോൺഗ്രസ് പാർട്ടിയല്ലേ? കോൺഗ്രസിന് 72 മുതൽ കോൺഗ്രസ് പിന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഡീലുകൾ മൊത്തം വലിച്ചു വാരി പുറത്തിട്ട് ചകഞ്ഞില്ലേ? അപ്പം ഇങ്ങനെ തുടങ്ങി നിരവധി പ്രതിസന്ധികളിലൂടെയാണ് കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇങ്ങനെ ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കോൺഗ്രസ് അല്ലെങ്കിൽ UDF ചേർന്നിട്ട് മന്ത്രിസഭ നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കിയാൽ അത് കേരളത്തിന്റെ നാശത്തിനാ. ഉമ്മൻചാണ്ടിയെ ഭരിക്കാൻ വിടാത്തവരാണ് കോൺഗ്രസ്സുകാർ. ഉമ്മൻചാണ്ടിക്കെതിരായ ആരോപണം നിയമസഭയിൽ പോലും ഉന്നയിച്ച MLA-മാരുണ്ട്. TM ജേക്കബ് അടക്കമുള്ള, VD സതീശൻ അടക്കമുള്ള നിരവധി MLA-മാരുണ്ട്. ഈ പറയുന്ന പിന്നെ മാണി പുന്നപ്പോട്ടെ, മാണി സാറിനെ വീട്ടിലിട്ട് പൂട്ടിയത് രമേശ് ചെന്നിത്തലയാണെന്ന് എല്ലാവർക്കും അറിയാം. ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്താണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പാരപണിഞ്ഞും ഈ പറയുന്ന ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് ഏറ്റവും വലിയ ആരോപണം ഉന്നയിച്ച PC ജോർജ് അങ്ങേര് ഇപ്പൊ വേറെ പാർട്ടിയിലായിരിക്കും. അന്ന് ഇവിടെ ഉണ്ടായിരുന്നു, ഘടകകക്ഷിയായിരുന്നു. ഈ PC ജോർജിനെ ആരാ ഇറക്കി വിട്ടത്? സ്വന്തം പാർട്ടിക്കാർ ഇറക്കി വിട്ടിട്ടാണ് ഉമ്മൻചാണ്ടിയുടെ മന്ത്രിയുടെ ഓഫീസിനകത്ത്, മുഖ്യമന്ത്രി ഓഫീസിനകത്ത് അനാശാസി നടന്നു വിളിച്ചു പറഞ്ഞത്. എന്ത് വൃത്തികെട്ട നെറുകേടാ വിളിച്ചു പറഞ്ഞത്. അപ്പം ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലവും ഇതിനെ പിടിച്ചു വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ഈ ഒരു ദുരന്തം ഒരു കാരണവശാലും വിട്ടുപോകില്ല. സത്യം പറയാമല്ലോ, പണ്ട് നരേന്ദ്രമോദി ഇവിടെ വന്ന് പറഞ്ഞ പോലെ ഒരു സൊമാലിയായി കേരളം ഇനിയും UDF ഭരിച്ചാൽ മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ ഒരു നിലവാരത്തിലേക്കാണ് അക്ഷരാർത്ഥത്തിൽ ഈ കോൺഗ്രസ് കേരളത്തെ വലിച്ചുകൊണ്ട് പോകുന്നത്. കോൺഗ്രസ് പാർട്ടി സ്വയം പോകുന്നതും അങ്ങോട്ട് തന്നെയാണെന്ന് പറയേണ്ടി വരും.